വിലയേറിയ അവസരത്തെ ഓർക്കുന്നു. കുണ്ട്ര UPFും കിഴവൂർ IPC ദൈവസഭയും ഒരുമിച്ച് ഒരുക്കുന്നൊരു ആത്മീക സംഗമത്തിന് സാക്ഷ്യം വഹിക്കാനാണല്ലോ നാം എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. മറ്റ് 4 സ്ഥലങ്ങളിലും സവിസ്തരമായി ഓരോരുത്തർക്ക് അറിവുള്ള പോലെ തന്നെ അവർക്ക് ലഭിച്ച ആത്മീക ദർശനം പങ്കുവെക്കാൻ ദൈവം അവസരം കൊടുത്തല്ലോ. ഈ ഉച്ച സമയത്ത് നിങ്ങളുടെ ലഞ്ച് ടൈമാണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും വീടിലും അങ്ങ് ദൂരെയും ഈ ശ്രവണസീമയിലും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിലപ്പെട്ട നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ക്ഷണിക്കുന്നു. മനുഷ്യൻ വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടും സമാധാനമില്ലാത്തൊരു ലോകത്ത് മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. നമുക്കറിയാം, ദിനപത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, മൊബൈൽ സംവിധാനങ്ങൾ, സോഷ്യൽ മീഡിയ എന്ന് വേണ്ട ഇതിനകത്ത് മൊത്തം നാം പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം പാചകവാതക പ്രശ്നമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ പരിശോധിച്ചാൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ഒരു 10-15 ദിവസമായി അങ്ങ് പശ്ചിമേഷ്യയിൽ വളരെ യുദ്ധം കൊടിമ്പിടികൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ നട്ടല് നമ്മുടെ പ്രിയപ്പെട്ടവർ ഗൾഫ് കൺട്രിയിൽ പോയി അത്യധ്വാനം ചെയ്ത് ഭവനങ്ങളെ മറ്റുള്ളവരുടെ ചെലവിനായിട്ടും സഹോദരങ്ങളുടെയും തന്റെ കുടുംബത്തിന്റെയും ചെലവിനായിട്ട് അത്യധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ മിഡിൽ ഈസ്റ്റിലുണ്ട്. അവര് ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് മാത്രമല്ല, അല്പമെങ്കിലും ഭീതി ജനകമായ അവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. സാമ്രാജ്യത്വ ശക്തികളുണ്ട്, സൈനിസ്റ്റ് ഭീകരതയുണ്ട്, ഒരു പക്ഷേ മറ്റു ഭീകര പ്രവർത്തനങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഒരു പരമാധികാര രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കത്തക്കവണ്ണം അങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകാം. പക്ഷെ ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നവർ സാധാരണക്കാരല്ല, വളരെ ബുദ്ധിമാന്മാരാണ്, വളരെ സമൂഹം അംഗീകരിക്കുന്നവരും വളരെ ചിന്താശേഷിയുള്ളവരുമാണ്. പക്ഷെ എന്തുകൊണ്ട് നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട്, നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട്, അതെന്തിന്റെ പേരിലാണെങ്കിലും ഏതിന്റെ പേരിലാണെങ്കിലും, ഇരു കൂട്ടരുടെയും ബന്ധത്തിൽ ഞാൻ പറയുകയാണ്, ഇങ്ങനെ മനുഷ്യൻ വല്ലാതെ മുന്നോട്ട് പോകുന്നത് എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ ചിന്തിച്ചതുപോലെ ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കേണ്ട കുറെ മനുഷ്യരുണ്ട്, അവരെന്നെ സ്നേഹിക്കേണ്ട കുറെ മനുഷ്യരുണ്ട്, സ്നേഹത്തോടെ വർദ്ധിച്ചു വരേണ്ട ആളുകളുണ്ട്. ഈ നീലഗ്രഹം ഏറ്റവും മനോഹരമായി തീരേണ്ട അവസ്ഥയുണ്ട്. ഇങ്ങനെ വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ഇസങ്ങളുടെ പേരിലോ സാമ്രാജ്യത്വത്തിന്റെ പേരിലോ തീവ്രവാദത്തിന്റെ പേരിലോ മനുഷ്യൻ തമ്മിൽ തല്ലുകയാണെങ്കിൽ, ഈ നീലഗ്രഹം വിട്ടിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ, അവർക്ക് പാർക്കാൻ പറ്റിയ ഏതെങ്കിലും നാടുണ്ടെങ്കിൽ അവിടെ പോകണം. ഇവിടെ ഏകോദര സഹോദരന്മാരെ പോലെ വർദ്ധിച്ചു വരേണ്ട ആളുകളാണ്. സ്നേഹത്തോടെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ പോലുള്ള ആളുകൾ യുദ്ധം വേണ്ടാന്ന് ചിന്തിക്കുന്നവരാണ്, പ്രശ്നം വേണ്ടാന്ന് ചിന്തിക്കുന്നവരാണ്, വേദനകൾ വേണ്ടാന്ന് ചിന്തിക്കുന്നവരാണ്, മനുഷ്യൻ സമഭാവനയോടെ കഴിയണമെന്ന് ചിന്തിക്കുന്നവരാണ്, പ്രത്യേകിച്ച് കേരളീയരായ ആളുകൾ. ഞാൻ അവരുടെ മധ്യത്തിലാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ നമുക്കും പ്രശ്നമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഉണ്ട്. എനിക്ക് മുമ്പായിട്ട് കഴിഞ്ഞ അടുത്ത ജംഗ്ഷനിൽ പ്രസംഗിച്ചത് ഒരു കർത്തൃഭൃത്യൻ പറഞ്ഞതുപോലെ, നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടൊരു കൊലപാതകം. സാധാരണ വാർത്താ അവതാരകൻ പറയുന്നത് കൊലപാതകങ്ങൾ നടക്കുക ഒരു രാത്രിയുടെ മറവിലാകാം. ഇങ്ങനെ പട്ടാപ്പകൽ ഒരു ഇന്നോവയിൽ ഒരു നീലക്കാരനെ ഇടിച്ചു വീഴ്ത്തി അദ്ദേഹം വല്ലവിധേനയും ഡോറ് തുറന്നിറങ്ങാൻ നേരത്ത് 3-4 കാബാലികന്മാർ ഡോറ് തുറന്നിറങ്ങി വന്ന് ഒരു കണ്ണിച്ചോരയും ഇല്ലാതെ വകവരുത്തുന്നൊരവസ്ഥ. ഇവിടെ നിയമപാലകന്മാരുണ്ട്. ഇങ്ങനെ എന്തെല്ലാം കൊലപാതക പരമ്പരകൾ
എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഇവിടെ നിയമ സംവിധാനം ഇല്ലാഞ്ഞിട്ടാണോ? ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? ഇവിടെ ആധ്യാത്മിക ചിന്തകൾ ഇല്ലാഞ്ഞിട്ടാണോ? എല്ലാ സമൂഹത്തിലും ആധ്യാത്മികമായും നിൽക്കുന്നവർക്ക് ഒത്തിരി ആധ്യാത്മിക ചിന്തകൾ വിഭാവനം ചെയ്യുന്ന നല്ല പ്രസംഗങ്ങളുള്ള, നന്നായി പ്രസംഗിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ സമൂഹത്തില്? എല്ലാ മതത്തിലുമുണ്ട്. എങ്കിലും വീണ്ടും ആളുകൾ കഞ്ചാവിന്റെ പിടിയിലും മയക്കുമരുന്നിന്റെ പിടിയിലും MDMA പിടിയിലും അക്രമത്തിലും അരാജകത്വത്തിലും എന്ന് വേണ്ട പലതരത്തിലും മനുഷ്യൻ ഇങ്ങനെ വല്ലാതെ നൊമ്പരപ്പെട്ടുകൊണ്ട് നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാം മൂല കാരണം അവനെ ഗ്രസിക്കുന്ന പാപമത്രേ എന്ന് സവിസ്തരമായി ബൈബിൾ പറയുന്നു. എന്താണ് മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക? അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അവനെ ഗ്രസിക്കുന്ന പാപമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന് സമാധാനമില്ലാത്തത് കൊണ്ടും സ്വസ്ഥതയില്ലാത്തത് കൊണ്ടും അവനെ ഗ്രസിക്കുന്ന പാപം നിമിത്തം ആഗ്രഹമുണ്ട് നന്നാകണമെന്ന്, ആഗ്രഹമുണ്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന്. ഞാൻ ഒട്ടനവധി മദ്യപാനിയുടെ ഭവനത്തിലും അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിന്റെ പിടിയിലും അമർന്നുപോയ ചെറുപ്പക്കാരെ കണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരെന്നോട് പറയും, പ്രിയ പാസ്റ്ററെ, താല്പര്യമുണ്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തു വരണമെന്ന്. ഞാൻ ആഗ്രഹിച്ചിട്ടും നന്നാവുന്നില്ല. എന്റെ കൂടെ തന്നെ ജോലിക്ക് വരുന്ന ഒരു പ്രിയ സ്നേഹിതനുണ്ട്. അദ്ദേഹം ഇന്നലെ എന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു സ്നേഹിത, താങ്കൾക്ക് ഇതൊക്കെ ഒന്ന് വിട്ടുതിരിഞ്ഞിട്ട് ഒരു മനുഷ്യനായിട്ട് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, ആഗ്രഹമുണ്ട് ഉപദേശി, എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഈ പാപ സ്വഭാവം വിട്ടുതിരിയണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഈ മദ്യത്തിന്റെ പുറകിൽ നിന്ന് എങ്ങനെങ്കിലും വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് നടക്കുന്നില്ല, ഞാൻ ചിന്തിച്ചിട്ടും നടക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം ആഗ്രഹിച്ചിട്ടും നമ്മെ തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തിന്മയുടെ വല്ലാത്തൊരു സ്വാധീന ശക്തി ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സന്ദർഭത്തിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന തിന്മ നന്മയല്ല ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എന്നിൽ വസിക്കുന്ന പാപമത്രേ പലപ്പോഴും എന്നെ അതിലേക്ക് അടിമപ്പെടുത്തുന്നത് എന്ന് പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്നൊരു ചോദ്യം 14 ലേഖനങ്ങൾ എഴുതിയ ഏറ്റവും കുശാഗ്ര ബുദ്ധിയുള്ള ഏറ്റവും മനോഹരമായി ലേഖനങ്ങൾ ചമച്ചിരിക്കുന്ന ആ മനുഷ്യൻ, പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യൻ, സുവിശേഷത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത മനുഷ്യൻ, ഭൂഖണ്ഡാന്തരങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് താൻ അറിഞ്ഞ അരിമനാഥന് വേണ്ടി തന്റെ ഈ തൂലിക മാത്രമല്ല തന്റെ കണ്ടവും അതിനായി ഉപയോഗിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ പറയുകയാണ്, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെയാർ വിടുവിക്കുമെന്നൊരു ചോദ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരുടെയും അവരുടെ മനോമുഖരത്തിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യമാണ്. അതിന് വർഗമില്ല, അതിന് വർണ്ണമില്ല, അതിന് ജാതിയില്ല, അതിന് മതമില്ല, അതിന് ഇസമില്ല. മനുഷ്യനെല്ലാം പാപത്തിന്റെ പിടിയിലാണ്, പാപത്തിൽ അമർന്നു പോയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊലപാതകം നോക്കിയാൽ, അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിന്റെ കാര്യം നോക്കിയാൽ അതിനകത്തൊരു തോമസ് കാണും, അതിനകത്തൊരു ഒരുപക്ഷെ ഒരു ഇസ്ലാം പേരുകാരൻ കാണും, അതിനകത്തൊരു ഹൈന്ദവ പേരുകാരൻ കാണും. ഇത് 3 പ്രബല ജാതികളാണല്ലോ നമ്മുടെ കേരളത്തിൽ ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്ക്, അതിനകത്ത് തെറ്റ് ചെയ്യുന്നതിനകത്ത് മതമില്ല, തെറ്റ് ചെയ്യുന്നതിനകത്ത് ജാതിയില്ല. മനുഷ്യൻ തെറ്റിലേക്ക് എടുത്തെറിയപ്പെടുന്നതിന്റെ രീതിയിൽ പേരുകൾക്ക് വ്യത്യാസമില്ല. പീഡന പരമ്പര നിങ്ങൾ പരിശോധിക്കുക. ഒരാൾ പറയാണ് പള്ളിയിൽ അച്ഛൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ചിലർ പറയും ഉസ്താദും പീഡന പരമ്പരയിലുണ്ട്, ഒരാൾ പറയും നമ്പൂതിരിയും പീഡന പരമ്പരയിലുണ്ട്. അതിന് പേരുകൾ വ്യത്യാസമില്ല. പാപത്തെ എല്ലാ മനുഷ്യരും പച്ചവെള്ളം പോലെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്ധിയില്ലാത്തൊരു സമരമുണ്ട്. സുവിശേഷ പ്രസംഗം കേൾക്കണ്ട എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്, അതങ്ങനെ പറയണ്ട എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്തൊരു നാളുണ്ടെങ്കിൽ, സുവിശേഷം എല്ലാവരും എത്തപ്പെട്ട ഒരു നാളുണ്ടെങ്കിൽ, മനുഷ്യൻ മനുഷ്യനായി കാണുന്ന ഒരു നാളുണ്ടെങ്കിൽ, അവരെ സ്നേഹിക്കുന്ന ഒരു നാളുണ്ടെങ്കിൽ, ഈ സുവിശേഷ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിലായിപ്പോയി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. മനുഷ്യനെ ദൈവം പാപമില്ലാത്തവനായി സൃഷ്ടിച്ചതാണ്, മനുഷ്യനെ സ്നേഹിക്കുന്നവനായിട്ട് സൃഷ്ടിച്ചതാണ്. തന്റെ സൃഷ്ടിയെ പരിപോഷിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ദൈനംദിന ജീവിതത്തിൽ സമ്പർക്കം പുലർത്തി ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യൻ അനുവർത്തിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതാണ് ദൈവം തമ്പുരാൻ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ
സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനെ പോലെ രണ്ട് കാലുള്ള, തലയുള്ള, കാലുള്ള, അതുപോലെ ചിന്തിക്കുന്ന കണ്ണുള്ള, ചെവിയുള്ള ഒരു വലിയ മനുഷ്യനാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. സാദൃശ്യവും സ്വരൂപവും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും വകതിരിവും ചിന്താശേഷിയും ഇതൊക്കെ കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ചർച്ചയിൽ പ്രസംഗിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് 49-ാം സങ്കീർത്തനമാണ്. അതിലെ അവസാന വാക്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാരെ, ഇവിടെ വിദ്യാഭ്യാസമല്ല വിഷയം, അറിവല്ല വിഷയം, ചിന്താശേഷിയല്ല വിഷയം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഡബിളമ്മ എടുത്താലും ഒരു മൃഗം മനുഷ്യനാകത്തില്ല. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണേ. ഒരു മൃഗം ഒരുപക്ഷെ ഒരുമിച്ച് കൂടി നമ്മുടെ സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്യാന്നിരിക്കട്ടെ, അത് മനുഷ്യനാകത്തില്ല. പക്ഷെ ഡബിളമ്മക്കാരനാണെങ്കിലും അതുപോലെ തന്നെ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗ ശൃംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു നിമിഷം കൊണ്ട്, അവന്റെ സ്വഭാവം കൊണ്ട്, അവന്റെ ചെയ്തി കൊണ്ട് അവൻ ഒരു നരാധമനായി മാറാൻ സാധ്യതയുണ്ട്. അവനൊരു മൃഗതുല്യനായി മാറാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വകതിരിവുള്ളവനായിട്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ചിന്താശേഷിയുള്ളവനായിട്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് യഥാർത്ഥമായിട്ട് ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. പക്ഷെ ഇതൊക്കെ നഷ്ടപ്പെടുത്തി പാപത്തിന്റെ ലാഞ്ചനയിൽ അവൻ വീണു പോകുമ്പോൾ, അവൻ എങ്ങനെ പ്രവർത്തിക്കുമെന്നറിയാതെ പോകുമ്പോൾ, അവൻ പാപത്തിലേക്ക് നിബന്ധിച്ചു പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് മനുഷ്യന് മുക്തി വേണ്ടേ? പാപത്തിൽ നിന്ന് മനുഷ്യന് വിടുതൽ വേണ്ടേ? പാപത്തിൽ നിന്ന് മനുഷ്യന് വ്യതിയാനം വേണ്ടേ എന്നുള്ള കാര്യം നാം ചിന്തിക്കുമ്പോൾ, പാപത്തിന് ഒരു മുക്തിക്ക് ദൈവം ഒരു അവസരം വെച്ചിട്ടുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം വെച്ചിരിക്കുന്ന ഏക വഴിയാണ് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം. സുവിശേഷം ഒരു നല്ല വാർത്തയാണ്. ഒട്ടും നല്ല വാർത്ത കേൾക്കാത്തൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സുവിശേഷം ഒരു നല്ല വാർത്തയായി മാറും എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ബൈബിൾ ഇങ്ങനെ വിവക്ഷിക്കുന്നു: പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളം എന്ന് പറയുമ്പോൾ അങ്ങനെ ചില ചിന്തിക്കും, പാപം ചെയ്യാത്തവർ മരിക്കുമോ? എന്റെ പിള്ളവരെ, പാപം ചെയ്യാതിരുന്നാലും പാപം ചെയ്താലും മരിക്കും. ആ മരണം എന്ന് പറയുന്നത് നിത്യമരണത്തെ സംബന്ധിച്ചാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇങ്ങനെ വിവക്ഷിക്കുന്നു: മരണം 3 വിധമാണ്. മരണം ശാരീരിക മരണം, അത് നിത്യമരണം. അതുപോലെ തന്നെ പാപസംബന്ധമായി മരിച്ചിരിക്കുന്ന അവസ്ഥ. എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാരെ, ഒരു മനുഷ്യന് കാലുണ്ടായിട്ടും കൈയുണ്ടായിട്ടും സംസാരിക്കാൻ കഴിവുണ്ടായിട്ടും നടന്നിട്ടും മുന്നോട്ട് പോയിട്ടും അവന് വല്ലാത്തൊരു സ്വസ്ഥതക്കേട് അവനെ ഭരിക്കുന്നുണ്ട്, വല്ലാത്തൊരു സമാധാനക്കേട് അവനെ ഭരിക്കുന്നുണ്ട്. അവനിങ്ങനെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നു, പക്ഷെ വല്ലാതെ അവന്റെ ഉള്ളിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ: അവൻ പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ്. പാപസംബന്ധമായി മരിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ തിരിച്ചറിയുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം തരുന്നത്. എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും വലിയൊരു വിഷയമുണ്ട്. പണമുണ്ടായിട്ടും ആത്മത്വമുണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ടും പഠിക്കുന്ന മക്കൾ ഉണ്ടായിട്ടും സമൂഹം ബഹുമാന്യനായിട്ടും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. വല്ലാത്തൊരു തൊന്തരവ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ സമൂഹത്തിൽ മനുഷ്യനിങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന, അദ്ദേഹത്തിന് ജോലിക്ക് ജോലി, ധനത്തിന് ധനം, പണത്തിന് പണം എന്ന് വേണ്ട, കാറിന് കാറ്. നിങ്ങൾക്കറിയാമോ, നീ ആത്മഹത്യ ചില കുറിപ്പുകൾ നിങ്ങൾ പരിശോധിച്ചാൽ, ചില വാർത്തകൾ നിങ്ങൾ പരിശോധിച്ചാൽ, ഇതെല്ലാം ഉണ്ടായിട്ടും ആ 10 ആളെ ബഹുമാനിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടും ഒന്നിനും കുഴപ്പമില്ല, ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. എന്താന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ: ഉള്ളങ്ങളിൽ സമാധാനമില്ല, ഉള്ളങ്ങളിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല, ഉള്ളം മരിച്ച അവസ്ഥയിലാണ്, പാപസംബന്ധമായി മരിച്ച അവസ്ഥയിലാണ്. അങ്ങനെ ആയിരിക്കുന്നവർക്ക് ദൈവത്തെ കാണാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണണമെങ്കിൽ ഒരു പുണ്യസ്ഥലവും സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ കാണണമെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പായി ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഇതാ ഭഗവാൻ ഇങ്ങനെ പറയുന്നു, കൃഷ്ണൻ ഇങ്ങനെ പറയുന്നു: മോനെ, ഞാൻ ക്ഷേത്രജ്ഞനും നീ ക്ഷേത്രപാലകനുമെന്നറിയുന്നില്ലയോ? അതേ വാക്യം തന്നെ ഒന്നുകൂടെ വിശദീകരിച്ച് പൗലോസ്ലീഹ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഉലകത്തിൽ ദൈവത്തിന് പാർക്കാൻ ഒരു ഭൂമിയിൽ ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ
വീടേയുള്ളൂ. അത് നിങ്ങളുടെ ഹൃദയമാണ്, നിങ്ങളുടെ അകത്ത മനുഷ്യനാണ്. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാലും അകത്ത മനുഷ്യൻ വിഷമിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വസ്ഥതയോട് ഉറങ്ങാൻ കഴിയത്തില്ല. ശീതീകരിക്കാൻ 4 AC ഉണ്ടെന്ന് പറഞ്ഞാലും സ്നേഹിത, അകത്ത മനുഷ്യൻ വിഷണ്ണ മനോഭാവമാണെങ്കിൽ എന്റെ കുഞ്ഞ് നിനക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. മറിഞ്ഞും തിരിഞ്ഞും കിടന്ന് നേരം വെളുക്കുന്നത് മാത്രം നോക്കാം. നേരം വെളുത്താലും സ്വസ്ഥതയില്ല, നേരം വെളുത്താലും സമാധാനമില്ല, പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതലില്ല. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, നിനക്ക് സ്വസ്ഥത തരാൻ, നിനക്ക് സമാധാനം തരാൻ, നിനക്ക് പ്രത്യാശ തരാൻ, അർത്ഥവത്തായ ജീവിതത്തെ വിരചൂണ്ടി പറയാൻ ഒരുവൻ ഉലകത്തിൽ വന്നിട്ടുണ്ട്. അവൻ പാപത്തെ പരിഹരിച്ചവനാണ്. പാപത്തെ പരിഹരിക്കുക മാത്രമല്ല, പാപിയെ സ്നേഹിച്ചവനാണ്. ഇന്ന് ലോകത്തിൽ പാപിയെ മനുഷ്യൻ മാറ്റി നിർത്തുമ്പോൾ അവൻ പാപം ചെയ്തവനാണ്, അവൻ തെറ്റ് ചെയ്തവനാണ്, അവൻ ശിക്ഷിക്കപ്പെടണമെന്ന് അസന്നിഗ്ധമായി മതകോടതികൾ അവനെ വിരൽ ചൂണ്ടി പറയുമ്പോൾ, പാപയെ സ്നേഹിച്ചുകൊണ്ട് പാപത്തെ പരിഹരിച്ചുകൊണ്ട് അവന് പരലോകം പ്രാപ്തമാക്കാൻ ഒരു ജീവനുള്ള പുതുവഴി തുറന്നു തന്ന ഒരു സന്ദേശമാണ് സുവിശേഷം. അത് ഞാൻ ഉച്ചസ്ഥലം വിളിച്ചു പറയട്ടെ. മനുഷ്യന് പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ, പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിലേക്ക് മാനവകുലം എടുത്തെറിയപ്പെടുമ്പോൾ, രാപ്പകൽ ദണ്ഡനം അനുഭവിക്കുന്ന പാതാളത്തിലേക്ക് മനുഷ്യൻ എടുത്തെറിയപ്പെടുമ്പോൾ, നിത്യയാതനയിലേക്ക് നരകത്തിലേക്ക് മനുഷ്യൻ എടുത്തെറിയപ്പെടുമ്പോൾ, അവനെ രക്ഷിപ്പാൻ ഒരു മാർഗമുണ്ടെന്ന് പറയുന്ന സംവിധാനമാണ് സുവിശേഷം. അതത്രേ കർത്താവ് യേശു ക്രിസ്തു പാലസ്തീന്റെ പച്ചമണ്ണിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന് 33 വർഷം ജീവിക്കുകയും 33 വർഷം തന്റെ വേല തികയ്ക്കുകയും 3.5 വർഷം തന്റെ അത്ഭുതത്താലും അടയാളത്താലുമുള്ള സുവിശേഷം തന്നെ ജനത്തോട് വിളിച്ചു പറഞ്ഞ് യേശു ക്രിസ്തു തന്റെ സുവിശേഷീകരണം തീർന്നപ്പോൾ താൻ തന്നെ പരമയാഗമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ചിലർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ പാലസ്തീൻ ഇങ്ങനെ അടി നടക്കുന്നു, എന്തുകൊണ്ട് സമാധാനക്കേട്? ഒറ്റ കാരണമേ ഉള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ കത്തളത്തിൽ നിന്നപ്പോൾ ജനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അന്നത്തെ മതകോടതി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈവനെ ക്രൂശിക്ക, ബറബാസിനെ വിട്ടുതരുക, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സമ്പതി മേലും വരട്ടെ. ഇന്ന് നാട് പറയുന്നെങ്കിൽ, ഇന്ന് നാട് ഇങ്ങനെ വല്ലാതെ തീ പിടിക്കുന്നെങ്കിൽ, എത്രയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കൂടിയിരുന്ന ആ നാട്ടുകാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സമ്പതി മേലും, അവന്റെ ക്രൂശിന്റെ പരിണിത ഫലം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സമ്പതി മേലും വരട്ടെ എന്ന് ചോദിച്ചു വാങ്ങി. ഒരുപക്ഷെ കർത്താവിനെ അവർ അംഗീകരിക്കുന്ന കാലം വരെയും, മശിഹായെ അവർ അംഗീകരിക്കുന്ന കാലം വരെയും അത് തന്നെ അവിടെ സംജാതമാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെ തന്നെ വചനം വിളിച്ചു പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിനൊരു പരിഹാരമുണ്ട്, പാപത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. പാപത്തിനൊരു പരിഹാരം വരുത്തിയിട്ട് നിത്യജീവനിലേക്ക് കർത്താവ് നമ്മെ മാടി വിളിക്കുകയാണ്, സമാധാനത്തിലേക്ക് നമ്മെ മാടി വിളിക്കുകയാണ്. പാപിയായി നീ മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിച്ചാൽ നീ മരിച്ചാലും ജീവിക്കും. മരണത്തിനപ്പുറം എന്ത് സംവിധാനമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒത്തിരി മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഒത്തിരി കാഴ്ചപ്പാടിൽ മതഭക്തിയിൽ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. അത് ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, ഇസ്ലാം ആകട്ടെ, അവരൊക്കെ പലരും പറയുന്ന ഇതിനപ്പുറത്തൊരു സംവിധാനമില്ല, ഇതിനപ്പുറത്തൊരു ലോകമില്ല, ഇതിനപ്പുറത്തൊരു ദൈവിക പദ്ധതിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര്. ഒരുപക്ഷെ നിരീശ്വരവാദികളായിരിക്കാം, ഒരുപക്ഷെ അവര് യുക്തിവാദികളായിരിക്കാം. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് മതത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഇതിനപ്പുറത്തൊരു സംവിധാനമുണ്ട്, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. നാം കണ്ണു കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത പലതും നാം വിശ്വസിച്ചിട്ടുണ്ട്. അനേക ജ്യോതിർഗോളങ്ങളുണ്ട് നാം വിശ്വസിച്ചിട്ടുണ്ട്. ഒരു നക്ഷത്രം കത്തിയൊലിക്കുന്ന നക്ഷത്രം നമ്മുടെ തലയ്ക്ക് മീതെ നിൽപ്പുണ്ട്. എന്നാൽ ആ നക്ഷത്രത്തിന് മീതെ അങ്ങപ്പുറത്തൊരു നക്ഷത്രം ഇതുപോലെ ഉണ്ടെന്ന്, ഇതുപോലൊരു പ്രപഞ്ചമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. കാണാത്ത കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു, നാം വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളത് പഠിക്കുന്നു. കണ്ടത് മാത്രമല്ല സ്നേഹിത വിശ്വസിക്കുന്നത്, കാണാത്ത പലതും വിശ്വസിക്കുന്നുണ്ട്, കേട്ട പലതും വിശ്വസിക്കുന്നുണ്ട്, എഴുതിപ്പിടിപ്പിച്ച പലതും വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ വിശ്വസിച്ചുകൂടാ? ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷാകര പദ്ധതിയെ വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് നിത്യജീവൻ വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യ സൗഭാഗ്യം വിശ്വസിച്ചുകൂടാ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് പാപമുണ്ടെങ്കിൽ പാപത്തെ പരിഹരിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരുവൻ കടന്നു വന്നേ മതിയാകും. ഞാൻ പാപിയാണ്, 50 പാപം എനിക്കുണ്ട്, പക്ഷെ എന്നെ രക്ഷിക്കാൻ തത്വശാസ്ത്രവുമായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരാൾ പറയുക,
എന്നെ രക്ഷിക്കാൻ ഞാൻ മതി, നിന്നെ രക്ഷിക്കാൻ. അദ്ദേഹം പറയും, ഞാൻ ഒന്ന് അടിപൊളി നോക്കിയപ്പോൾ എനിക്ക് 50 പാപമേ ഉള്ളൂ, എന്നെ രക്ഷിക്കാൻ കടന്നു വന്ന ഈ പുള്ളിക്ക് 100 പാപമുണ്ട്. ഞാൻ പറയും, പ്ലീസ്, എന്റെ യുക്തി താങ്കളെ അനുവദിക്കുന്നില്ല, താങ്കൾ രക്ഷിപ്പാൻ പ്രാപ്തനല്ല എന്ന് എന്റെ യുക്തി വിളിച്ചു പറയും. ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ യേശുവിനെ നീ അടിമുടി ഒന്ന് നോക്ക്, ജീവിതം ഒന്ന് പരിശോധിക്കുക, ജനനം മുതൽ ജീവിതം ഒന്ന് പരിശോധിക്കുക. അങ്ങനെ തന്നെ തന്റെ ഉപദേശങ്ങളൊന്ന് പരിശോധിക്കുക. യേശു പറഞ്ഞു, കുഞ്ഞെ, ഒരു കണ്ണ് തടിച്ച മറുകണ്ണം കാണിച്ചു കൊടുക്കണം. യേശു പറഞ്ഞു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നീ അവരിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അത് മാത്രമല്ല, യേശു പറഞ്ഞു, നീ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു തത്വസംഹിത ഉലകത്തിൽ ആരുണ്ട്? ഉലകത്ത് ആർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ പറയട്ടെ, 50 പാപമുള്ള എന്നെ 100 പാപമുള്ള ഒരുവൻ രക്ഷിക്കാൻ വന്നാൽ ഞാൻ പറയും, സാധ്യമല്ല. താങ്കൾ എന്നെ രക്ഷിക്കാൻ പ്രാപ്തനല്ല, താങ്കളുടെ ഉപദേശം എന്നെ രക്ഷിക്കാൻ പ്രാപ്തമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാപമില്ലാത്ത ഒരുവൻ വരട്ടെ, പാപമില്ലാത്ത ഒരുവൻ രംഗപ്രവേശനം ചെയ്യട്ടെ. പാപമില്ലാത്ത ഒരുവൻ രംഗപ്രവേശനം ചെയ്താൽ ഞാൻ ഇരുകയും നീട്ടി പറയും, ഞാൻ എന്നെ രക്ഷിക്കൂ, താങ്കൾ യോഗ്യനാണ്, താങ്കൾ മാത്രമേ യോഗ്യതയുള്ളൂ. അതിന്റെ കാരണം, അങ്ങനെ ഞാൻ നോക്കിയും പരിശോധിച്ചും കണ്ടുപിടിച്ചും ആ തത്വചിന്തകളിൽ ആകർഷിക്കപ്പെട്ടും ആ ചിന്താധാരയിൽ ആകർഷിക്കപ്പെട്ടും ഒരുവൻ മാത്രമേ ഉലകത്തിലുള്ളൂ. ഇന്നൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ചമണ്ണിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുവനില്ല പാപത്തെ പരിഹരിപ്പാൻ, പാപമില്ലാത്തവൻ. അത് ഇന്ന് 2000 വർഷമായിട്ടും ആർക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിനെ മാറി മാറി വിസ്തരിച്ച 6 കോടതിയിൽ അവസാനം വിസ്തരിച്ച ആ ഗവർണർ ഇങ്ങനെ പറയുന്നു, ഇവനിൽ പാപമില്ല. സ്വത്രം, ഇവനിൽ പാപമില്ല. എന്നെ ചോദിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കോടതി പറയുകയാണ്, ഏറ്റവും വലിയ സുപ്രീം കോടതി പറയുക, ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല, നിരൂപാധികം മുട്ടയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല, ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ സാധ്യത. പക്ഷെ യേശുവിനെ അവസാന കോടതിയും പറഞ്ഞു, പാപമില്ല എന്ന് പറഞ്ഞിട്ടും ശിക്ഷിക്കപ്പെട്ടു. എന്തിനാ? താൻ ഈ ലോകത്തിൽ വന്ന പലകുറി പറഞ്ഞിട്ടുണ്ട്, മരിക്കാൻ വന്നതാ. എന്തിനാ മരിക്കാൻ വന്നത്? മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്ത ബലി മരണം. അവന് ആ കടമ്പ കടക്കാൻ കഴിയത്തില്ല. അവൻ ജന്മനാ ഭാവിയാണ്, ആരാമ്യവർഗമാവുന്ന ഭാവിയാണ്. ആ കടമ്പയെ അവൻ എടുത്തു ചാടി കിടക്കാൻ പറ്റത്തില്ല. അതിൽ മനുഷ്യൻ അമ്പയെ പരാജയപ്പെട്ടിരിക്കുമ്പോൾ ആ കടമ്പ കിടക്കണമെങ്കിൽ പാപമില്ലാത്തൊരുവന്റെ പരിഹാര യാഗം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ജനനം മുതൽ ജീവിതം മുതൽ മരണം മുതൽ ഉപദേശം മുതൽ, ഒന്നുകൂടെ പറഞ്ഞാൽ എബ്രായ ലേഖനം പറഞ്ഞാൽ, അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എന്ന് വേണ്ട ഇന്ന് മിസൈൽ സംവിധാനങ്ങളും ഡ്രോൺ യുദ്ധത്തിലാണ് മനുഷ്യൻ ഇന്ന് ആശ്രയിക്കുന്നത്. ഡ്രോൺ യുദ്ധം, അതാണ് ഞാനിതൊക്കെ വായിക്കുന്ന ഒരാളാണ്. ഡ്രോൺ യുദ്ധം നമ്മുടെ ഇന്ത്യയൊക്കെ ഇങ്ങനെ ലോക ശ്രദ്ധ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഹോർമോസ് കടലിടുക്കിൽ മറ്റൊരു കപ്പലും യാത്ര ചെയ്യാതിരിക്കും. അമേരിക്കന്റെ കപ്പൽ യാത്ര ചെയ്ത് അപ്പ കത്തിക്കും, അത് ഇസ്രായേലിന്റെ കപ്പലാണെങ്കിൽ അപ്പ കത്തിക്കും. പക്ഷേ ഇന്ത്യയുടെ കപ്പൽ പാചകവാതകവുമായിട്ട് നമ്മുടെ ഇന്ത്യൻ തീരത്തോട് ഇങ്ങനെ 2-3 കപ്പൽ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഇറാൻ പറഞ്ഞു, അവർക്ക് പോകാം, ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ് എന്ന് പറയത്തക്കവണ്ണം ഇന്ത്യയുടെ നയതന്ത്രവും അത്രമാത്രം ഇങ്ങനെ ലോകശ്രദ്ധ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇങ്ങനെ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തണമെങ്കിൽ പാപമില്ലാത്ത ഒരുവൻ ഉലകത്തിൽ വന്നേ മതി. അതിനേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു പാപമില്ല എന്നിട്ടും പരമയാഗമായി. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, നിത്യ സൗഭാഗ്യമുണ്ട്, നിത്യാകര രക്ഷയുണ്ട്. ചിലർ എന്നോട് ഇങ്ങനെ വിരൽ ചൂണ്ടി ചോദിച്ചിട്ടുണ്ട്. മതത്തിൽ വിശ്വസിക്കുന്ന പലരും, ക്രൈസ്തവരായ പലരും, എന്റെ പൊന്നുപദേശി, ഇന്ന് ഇങ്ങനെയൊക്കെ ഉപദേശം പറയുന്നല്ലോ, ആരെങ്കിലും മരിച്ചുപോയ ഒരാള് തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇതിനപ്പുറത്ത് ഇങ്ങനെയാ സംവിധാനമെന്ന്? അങ്ങനെ ഒരു ചോദ്യം, വല്ലാത്തൊരു ചോദ്യം. കൊച്ചുപ്രായത്തിൽ എന്റെ ഹൃദയത്തിനെതിരെ ചോദിച്ചൊരു ചോദ്യമാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ അപ്പച്ചൻ തിരിച്ചു വന്നു, എന്റെ അപ്പം മരിച്ചു പോയതാ, എന്റെ വലിയപ്പച്ചൻ മരിച്ചു പോയതാ, തിരിച്ചു വന്നിട്ടില്ല. എന്റെ ഉപ്പാപ്പന്മാര്, എന്റെ പേരപ്പന്മാരൊക്കെ മരിച്ചു പോയത്, ആരും തിരിച്ചു വന്നില്ല. എന്റെ വലിയപ്പച്ചൻ മരിച്ചു പോയത്, തിരിച്ചു വന്നിട്ടില്ല സ്നേഹിത. പക്ഷെ ഒരുവൻ തിരിച്ചു വന്നു, മരണത്തിനപ്പുറം പോയിട്ട് തിരിച്ചു വന്ന ഒരുവൻ. മരണം എന്നിന്റെ ജയം എവിടെ? പാതാളം എന്നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിപ്പാൻ ഉൾക്കരുത്തുള്ള ഒരുവൻ മരണത്തിനപ്പുറം പോയിട്ട് തിരിച്ചു വന്നു. അത് കർത്താവ് യേശു ക്രിസ്തുവാ. ആ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു, നിത്യജീവനാകുന്നു. ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അപരമ പ്രായശ്ചിത്ത ബലി മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ സൗഭാഗ്യമുണ്ട്.
അതിനായി എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്ക്, നിന്റെ പാപം എത്ര കടിച്ചുവെപ്പാണെങ്കിലും ഞാൻ അത് ഹിമം പോലെ വെണ്മയുള്ളതാക്കി തീർക്കാം എന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം എത്ര കടിച്ചുവെപ്പാണെങ്കിലും അത് ഹിമം പോലെ വെണ്മയുള്ളതാക്കി തീർക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലേ, സന്തോഷമില്ലേ, ലക്ഷ്യബോധമില്ലേ, ഇന്ന് ഉറങ്ങാൻ കഴിയുന്നില്ലേ, ആത്മഹത്യ മാത്രം കൈമുതലായി മുന്നോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ എന്ന് നിന്നെ മാടി വിളിക്കുന്നൊരു ദൈവമുണ്ട്. കണ്ടാലും വാതുക്കൽ ഞാൻ മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നിന്റെ വീടിന്റെ വാതിലല്ല, നിന്റെ ഹൃദയത്തിന്റെ കോവിലിന്റെ വാതിൽ അവൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവം വസിക്കുന്ന ഇടം മനുഷ്യന്റെ ഹൃദയമാണ്, അകത്തളങ്ങളാണ്. ആ വാതിൽ കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഹൃദയം തുറന്നു കൊടുക്കുമോ, മനസ്സ് തുറന്നു കൊടുക്കുമോ? ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ മനസ്സിലേക്ക് ആ നന്മ വരട്ടെ, ആ മനസ്സിലേക്ക് തിന്മയെല്ലാം അകന്നു പോകട്ടെ, ആ മനസ്സിലേക്ക് ദൈവിക പ്രകാശം ഉണ്ടാകട്ടെ, ആ മനസ്സിലേക്ക് ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. അതിനായി എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ മാടി വിളിച്ചുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ചു നൽകിയ പ്രിയ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ കിടവൂർ IPC ദൈവസഭയും പ്രിയ വിജുപാസയും ഒരിക്കൽ കൂടെ ഞാൻ ശ്ലാഘിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം മാനിക്കുമാറാകട്ടെ. ഈ ദേശത്തോട് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കൈമാറിയ കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും